Hello my dear friends, welcome to my channel വാറാതനാൻ സ്റ്റുഡിയോസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനായിട്ടാണ്. ഇനി നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ചെറിയ വയസ്സുകൾ മുതൽ തന്നെ എനിക്ക് വ്യത്യസ്തമായ ഐഡിയാസും അതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഗ്ലോബൽ വാർമിംഗ്, മലയാളത്തിൽ ആഗോളതാപനം എന്ന് പറയും. ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മുടെ ഭൂമി കുറച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10-25 വർഷം കഴിയുമ്പോൾ തന്നെ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറത്താണ്. ഈ മനുഷ്യരുടെ തന്നെ ഓരോ പ്രവൃത്തികൾ മൂലം തന്നെയാണ് നമ്മുടെ ഈ ഭൂമിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജീവികളുടെ വാസസ്ഥലമായ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അതും ഇപ്പോൾ മനുഷ്യർ കൈക്കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് മരങ്ങൾ മുറിക്കുകയും അവിടെ സ്ഥലങ്ങൾ കയ്യേറുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ ഈ ഫാക്ടറീസിലെ പൊല്യൂഷനും വാഹനങ്ങളുടെ പൊല്യൂഷനും ഒരുപാട് ഹാനികരമായിട്ട് തന്നെ നമ്മുടെ ഭൂമിയെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭൂമിക്ക് പ്രൊട്ടക്ഷനായി നിൽക്കുന്ന ഓസോൺ ലെയർ, ഓസോൺ പാളി, അതും ചെറുതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൊല്യൂഷൻ ഒരു ഡേഞ്ചറസ് ഫാക്ടർ തന്നെയാണ്. ഒരിക്കലും നമുക്കതിനെ ഒഴിവാക്കാനായിട്ട് അങ്ങനെ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ, ഈ പൊല്യൂഷൻ നമുക്ക് കൺവേർട്ട് ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റാക്കി ഭൂമിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഹാനികരമില്ലാത്ത രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് എനിക്ക് കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് ഇത് എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതെൻ്റെ ഒരു ഐഡിയ ആണ്. പിന്നെ നോയിസ് പൊല്യൂഷൻ, അതായത് ശബ്ദ മലിനീകരണം. നമ്മുടെ ഈ ലോകത്ത് എന്താ പറയുക, ഈ ഒരുപാട് നോയിസ് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ മിക്സി, മറ്റു ഉപകരണങ്ങൾ, ഒരുപാട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ, ഈ മരം മുറിക്കുന്ന യന്ത്രം, അതേപോലുള്ള ഡിവൈസിൽ നിന്ന് ഒരുപാട് ശബ്ദം വരുന്നുണ്ട്. ഇത് മനുഷ്യരുടെ കേൾവി ശക്തിക്ക് മാരകമായി ഹാനികരമാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ മിക്സിയുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഇതേപോലെ ഒരുപാട് ശബ്ദങ്ങളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഉപകരണങ്ങൾക്കൊരു സൈലൻസർ, അതൊരു കിടു ഐഡിയ ആയിരിക്കും. ഇപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് അത്ര മാത്രം പോസിബിളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരിക്കലും. ബട്ട് വി ഹാവ് ടു ട്രൈ ചെയ്യാം നമുക്ക്. ഇതെൻ്റെ ഓരോ ആശയങ്ങളാണ്. ഇത് ഞാനങ്ങനെ എക്സിക്യൂട്ടൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇതെൻ്റെ ഓരോ ആശയങ്ങളാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദിവസത്തെ മെയിൻ ടോപ്പിക്കാണ്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത്, ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ക്ലാസ് ടീച്ചർ ഞങ്ങൾക്ക് പുതിയൊരു അസൈൻമെൻറ്റ് തരുവാണ്. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ 50-55 സ്റ്റുഡൻസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനെയും കുറച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കുവാണ്. അപ്പോൾ സാറിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഓരോ ഗ്രൂപ്പിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ഓരോരോ
യുണീക്കായിട്ടുള്ള വ്യത്യസ്ത പ്രൊഡക്ട്സ് ഉണ്ടാക്കി. ലൈക്ക് ഷാംപൂ, സോപ്പ്, പേസ്റ്റ്, അങ്ങനത്തെ ഒരുപാട് നിത്യജീവിതത്തിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അവിടെ കുറച്ച് ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അവരെ നമ്മൾ കൺവിൻസ് ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എത്രമാത്രം ബെസ്റ്റാണെന്നുള്ളത് നമ്മുടെ ആ പ്രസൻറ്റേഷനിലൂടെ അവർക്ക് മനസ്സിലാവണം. ഇത് സാധാരണക്കാർക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും, അവരുടെ ബഡ്ജറ്റിൽ അവർക്ക് വാങ്ങാൻ കഴിയുന്നതാണോ, അതേപോലുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വർക്ക് തുടങ്ങി. ഒരു 2 പീരീഡ്, അതായത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തീർക്കണമെന്നാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി അവർക്ക് കാണിച്ചു കൊടുക്കില്ല. അതിൻ്റെ ആ ഐഡിയ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സോപ്പാണ്. സോപ്പ് എൻ്റെ ടീം മെമ്പേഴ്സ് അവരുടെ കാഴ്ചപ്പാടിൽ അവർ ഓരോരോ ആശയങ്ങൾ, നമ്മുടെ ടീമിലുള്ളവരുടെ ആശയങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഒരു മൊത്തത്തിലൊരു അവസാനം ഒരു എഡ്ജിലേക്ക് എത്തുകയാണല്ലോ. അതാണല്ലോ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ആശയങ്ങളൊക്കെ പറഞ്ഞു. പ്രൊഡക്റ്റിൻ്റെ പേരെന്താ, ബബിൾ മിൻറ്റ്, അതേപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു എന്താ നമ്മുടെ ഈ പ്രൊഡക്റ്റിനൊരു റേറ്റ് വരുന്നൊരു 200-150 രൂപയുടെ അടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു 50 രൂപ ആ റേഞ്ചിൽ മതി. കാരണം എന്താ, 150 രൂപയ്ക്ക് ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർ, ഒരു കോമൺ മാൻ 150 രൂപ കൊടുത്ത് സോപ്പ് വാങ്ങുമോ? ഒരു 10-50-50ൻ്റെ അടുത്താണെങ്കിൽ കുഴപ്പമില്ലാന്ന് വയ്ക്കാം. അപ്പം അങ്ങനെയൊക്കെ കുറേ ആശയങ്ങളുടെ ശേഷം ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അവർ ഇങ്ങനെ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞത് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടാണ്. കാരണം 150 രൂപ കൊടുത്തൊന്നും ഈ സാധാരണക്കാരനൊരു സോപ്പൊന്നും അങ്ങനെ വാങ്ങില്ല. അത് പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞത് ഇത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഈ നമ്മുടെ അലർജി രോഗങ്ങൾ, നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട അതിനൊക്കെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. കാരണം സ്കിൻ രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. അതായത് പല സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗപ്രശ്നങ്ങളും ഇതിലെ ഓരോ എലമെൻറ്റ്സ് പരിഹരിക്കുന്നതാണ്. അതിനുള്ള ഒരുപാട് മൂലകങ്ങളാണ് ഈ സോപ്പ് മേയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ആ ദിവസം കഴിഞ്ഞു. അന്ന് രാത്രിയാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ടീം മെമ്പേഴ്സൊക്കെ അവരുടെ ഐഡിയാസൊക്കെ ഇങ്ങനെ പങ്കുവച്ചു. പിന്നെ ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞില്ല. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വ്യത്യസ്തമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാനാണ് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത് വെച്ചോ. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സോപ്പ് ഇതിൽ മെയിനായിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ ഒരു പുതിയ സ്റ്റാർട്ടപ്പാണ്, പുതിയൊരു വളർന്നു വരുന്നൊരു യുവതലമുറയുടെ ഒരു കമ്പനിയാണിത്. അപ്പോൾ ഞാനെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ സോപ്പ് ഒരു 50 രൂപ റേഞ്ചിലാണ്. എൻ്റെ ഈ പ്രൊഡക്റ്റ് ഒരു 50 രൂപ റേഞ്ചിലാണ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഓരോ സാധാരണക്കാർക്കും എല്ലാവരും ഈ അംബാനിനെ പോലെ പണക്കാരൊന്നും ആവണമെന്നില്ലല്ലോ അത്ര ആഡംബരമായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. സാധാരണക്കാരുള്ള നമ്മുടെ ഈ നാട്ടിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓസോൺ പാളി ഉണ്ടല്ലോ, ഓസോൺ പാളി നമ്മുടെ ഭൂമിയെ എങ്ങനെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ ഐഡിയ ആണ് വന്നത്. കാരണം ഈ
പുറമേ നിന്ന് വരുന്ന ബഹിരാകാശത്ത് നിന്ന് ഒരുപാട് ഉൽക്കകളും അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളുടെ പാർട്സും അങ്ങനെയൊക്കെ ഭൂമിക്ക് നേരെ അറ്റാക്ക് ചെയ്ത് വരുന്ന ടൈമിൽ ഈ ഓസോൺ ലെയറാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു ലെയറാണ് എനിക്ക് അപ്പം ഐഡിയയിൽ വന്നത്. കാരണം ഇതുവരെ ആരും ചിന്തിക്കാത്തൊരു കിടുക്കാച്ച ഐഡിയയാണ് എനിക്ക് വന്നത്. കാരണം ഇത് എൻ്റെ ഐഡിയയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൽ ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ബെസ്റ്റ് ഐഡിയ ആണ്. ഇതുവരെ വന്നിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഈ സോപ്പ്, നമ്മൾ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ സോപ്പ് വെച്ച് കൈ കഴുകുമെന്ന് വെച്ചോ, അപ്പോൾ സോപ്പ് നനയും അലിയും, അത് തേയും, അത് ചെറുതായി വരും. കാലക്രമേണ അത് ഇല്ലാതാവുകയാണ് തന്നെ ഈ വെള്ളം തട്ടുമ്പോൾ. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ കൂടി വന്നാൽ ഒരു സോപ്പ്, നോർമലായിട്ടുള്ളൊരു സോപ്പ്, ആ സോപ്പ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാമെന്ന് വെച്ചോ, ഈ ലൈഫ് ബോയ് അതേപോലുള്ള നോർമൽ സോപ്പ് നമ്മൾ ഉപയോഗിക്കാമെന്ന് വെച്ചോ, അത് ഇപ്പം ഞാൻ വാങ്ങി കൂടി വന്നാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി ഉണ്ട്, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, കുളിക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ കൂടി വന്ന ഒരു 2-3 ആഴ്ചയുടെ ആ ടൈം വരെ ഇത് നിൽക്കും. പിന്നെ അടുത്ത സോപ്പ് വാങ്ങുകയാണ് ചെയ്യുന്നത്. 2-3 ആഴ്ച അടുത്ത സോപ്പ് വാങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ എൻ്റെ ഐഡിയ പ്രകാരം നിങ്ങൾ ഈ ചേമ്പിൻ്റെ ചേനയിൽ ഈ ഇല കണ്ടിട്ടുണ്ടോ, ലീഫ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ചേമ്പിൻ്റെ ഇലയിൽ ഈ മഴത്തുള്ളിയോ അതോ വെള്ളത്തിൻ്റെ ഒരു സബ്സ്റ്റൻസോ വീഴുന്ന ടൈമിൽ അതിൽ സ്പ്രെഡ് ആവാതെ അത് തന്നെ താഴേക്ക് ഇങ്ങനെ ഒറ്റി വീണ് പോകുന്നുണ്ട്. അത് ഒരു ഓയിലി കോട്ടിങ് വന്ന പോലെ. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് എനിക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് ഉള്ളത്. അതായത് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മളതിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് ഈ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ചേമ്പിലയിൽ വെള്ളം തങ്ങി നിൽക്കാതെ തന്നെ അത് പോകുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് ചേമ്പിലേനെ സംരക്ഷിക്കുന്ന ഒരു കോട്ടിംഗ്, ഒരു ഗ്ലാസ് കോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോപ്പ്, ഞങ്ങളുടെ കമ്പനീൻ്റെ ഈ പ്രൊഡക്റ്റായിട്ടുള്ള ഈ സോപ്പ്, ഈ ചേമ്പിലയിലെ റിഗോലിത്ത് എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. ആ മൂലകവും ഈ സോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ടൈമിൽ നോർമലായിട്ടുള്ള സോപ്പ് ചിലപ്പോൾ കൂടി വന്ന ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും യൂസ് ചെയ്യുന്ന സോപ്പാണ് കൂടി വന്ന 2 ആഴ്ച. പക്ഷെ എൻ്റെ ഈ പ്രൊഡക്റ്റ് 2 മാസത്തോളം, അതായത് നോർമലി മനുഷ്യന്മാർ യൂസ് ചെയ്യുന്ന അതേ യൂസേജ് തന്നെ ഇവിടെ നമ്മൾക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ സോപ്പ് അങ്ങനെ ലയിച്ച് പോകുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ സോപ്പ് നോർമലായിട്ടുള്ള സോപ്പുകൾ പെട്ടെന്ന് ലയിച്ചു പോകുന്ന പോലെ ഇത് ലയിച്ചു പോകുന്നില്ല. ഇതിലെ ഈ റിഗോലിത്ത് എന്ന് പറയുന്ന ഈ ഓയിൽ ഗ്ലാസ് സബ്സ്റ്റൻസ് ഈ സോപ്പിൻ്റെ കോമ്പോണൻസുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കവിടെ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് ആണ് കിട്ടുന്നത്. ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സോപ്പ് കമ്പനികളുടെ പണി പോവും. ഈ സംഭവം ഇതായിരുന്നു എൻ്റെ ഐഡിയ. ഇതും എത്രമാത്രം പോസിബിളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെൻ്റെ ഐഡിയ ആണ്. ബട്ട് ഫ്യൂച്ചറിൽ ഇതേപോലെ പലതും വരും. ഞാൻ
വലിയ ശാസ്ത്രജ്ഞനാണ്, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ ഐഡിയ ഉണ്ട്, അങ്ങനെയൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ ആശയങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള എല്ലാ ആശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല ടെക്നിക്കൽ ഫീൽഡെല്ലാം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളിനിയും കാണുന്നവരെ താങ്ക് യു, ബൈ.